കൃത്യമായി ഞങ്ങളത് അവതരിപ്പിക്കും, സൂചിപ്പിക്കും. ഇതിൽ ഒരു സംശയവുമില്ല, ഈ മാറ്റം, ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മാറ്റം തുടങ്ങാം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. നാടിനെ നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനും വിവാദ രാഷ്ട്രീയങ്ങളെല്ലാം മറച്ചു വെച്ച് ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് നാടിൻ്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകാനാണ് BJP NDA ലക്ഷ്യം. അപ്പോൾ വരാൻ പോകുന്ന 23 ദിവസം ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ വിവാദത്തിൽ ഇറങ്ങാനോ കയറാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം. ഞാൻ മാധ്യമ സുഹൃത്ത് വഴി എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം എത്ര കൊല്ലമായി ഭരിച്ചു, ജനം കൊടുത്തു. എനിക്കൊരു സംശയവുമില്ല, വരാൻ പോകുന്ന 23 ദിവസം അവർ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എത്രയോ കാര്യങ്ങൾ അവർ ശ്രമിക്കും. അത് അവരുടെ ഒരു രീതിയാണ്, കഴിഞ്ഞ എത്രയോ കൊല്ലമായി ചെയ്യുന്നതാണ്, ഇനിയും ചെയ്യും. ഞാൻ ജനങ്ങളോട് പാർട്ടീൻ്റെ പേരിലും മുന്നണീൻ്റെ പേരിലും അഭ്യർത്ഥിക്കുന്നത്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവിയും നമ്മുടെ പുതിയ തലമുറ കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അതിൽ പെടരുത്, അത് ഇഗ്നോർ ചെയ്യണം. വികസനത്തിനെ കുറിച്ച് മാത്രം ആണ് ഈ ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഇന്നും CPM-നോടും കോൺഗ്രസിനോടും വെല്ലുവിളിയായിട്ടല്ല, എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ ഒരു ഇൻവിറ്റേഷൻ, നാടിനാക്കാൻ നിങ്ങൾ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറങ്ങണം. നാടിൻ്റെ ഭാവി ദിശയും ദശയും എന്താവണം എന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഞാനൊരു ഓപ്പൺ ഇൻവിറ്റേഷനായി തരാം, വെല്ലുവിളിയല്ല. ഈ 23 ദിവസം നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ നാടിൻ്റെ വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നാട്ടുകാർക്ക് വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വെച്ച് ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ, വികസനത്തിൻ്റെ ക്യാമ്പയിൻ, നാടിൻ്റെ ഭാവിൻ്റെ ക്യാമ്പയിൻ ആക്കി മാറ്റണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ഏറെ വ്യക്തതയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിത് മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു. ഇതുവരെ നടന്ന വിഭജന രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, വികസനമില്ലായ്മ തരുന്ന രാഷ്ട്രീയം, തൊഴിലില്ലായ്മേൻ്റെ രാഷ്ട്രീയം, വിലക്കയറ്റുന്ന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയം, ഇതെല്ലാം മാറ്റി ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും ഞങ്ങളുടെ കംപ്ലീറ്റ് ലക്ഷ്യവും ഞങ്ങളുടെ ദൗത്യവും.